ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങൾ ഓരോ ടോപ്പിക്സിനെ പറ്റി സംസാരിക്കാൻ പറയാം. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു എന്ത് സംസാരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന വിഷയത്തിനെ കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഈ സമയത്തും പ്രസക്തമായ ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും അനുഭവിക്കുന്ന സംഭവം തന്നെയാണ്. എന്താണ്? ബോഡി ഷേമിങ്. ബോഡി ഷേമിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് പറഞ്ഞ പോലെ എളുപ്പമാണ് അല്ലേ? പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഇപ്പൊ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ വരെ ഈ ബോഡി ഷേമിങ് അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ പേരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം വണ്ണമാണ്. വണ്ണം കുറവുള്ളതും വണ്ണം കൂടുതലുള്ളതും. പക്ഷെ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വണ്ണം കൂടുതലുള്ളതിനാണ് ആൾക്കാർ കൂടുതൽ കളിയാക്കുന്നതെന്നാണ്. ചിലപ്പോൾ പാരമ്പര്യമായിട്ട് നല്ല വണ്ണമുള്ള ആൾക്കാർ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു ഏജ് വരെ ചിലപ്പോൾ നല്ല മെലിഞ്ഞിരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ വണ്ണം വെക്കുന്നവരുണ്ടാവാം. അല്ലെങ്കിൽ ആദ്യമേ തന്നെ വണ്ണമുള്ളവരായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് വരുന്ന അസുഖങ്ങൾ അനുസരിച്ച്, നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ അനുസരിച്ച് വണ്ണത്തിന്റെ വ്യത്യാസങ്ങൾ വരാം. ഇപ്പൊ നമുക്ക് അറിയാം തൈറോയിഡ്, 2 തരം തൈറോയിഡ് ഉണ്ട്. അതിൽ ഒരു തരത്തിലുള്ള തൈറോയിഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ വണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ആ മരുന്ന് കഴിച്ചിട്ട് എക്സസൈസ് ഒക്കെ ചെയ്തിട്ടാണ് ഒരുവിധം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക. പക്ഷെ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ, സ്റ്റിറോയിഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ണം വെക്കാം. അല്ലെങ്കിൽ പല പല അസുഖങ്ങൾ വഴി വണ്ണം വെക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചിലവർക്ക് ഇപ്പൊ നമ്മൾ പച്ചവെള്ളം പോലും കഴിച്ചാൽ വണ്ണം വെക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടല്ല, പക്ഷെ നമുക്ക് വണ്ണം വെക്കുന്നുണ്ട്. എന്താ ചെയ്യുക? അതേസമയം ഭക്ഷണം കഴിച്ചിട്ട് വണ്ണം വെക്കുന്നവരുണ്ട്, എക്സസൈസ് ചെയ്യാണ്ട് വണ്ണം വെക്കുന്നവരുണ്ട്. അതൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളൊരാളെ കളിയാക്കുമ്പോൾ അതിന്റെ ആ ആൾ അനുഭവിക്കുന്ന എന്താണ് പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ കളിയാക്കുന്നത്? നമ്മൾ പറയില്ലേ, നമ്മുടെ കാലിന്റെ മന്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് മറ്റൊരാളുടെ കാലിന് മന്തിനെ നോക്കി കളിയാക്കുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ കൺസേൺ ആയിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് ആരെ കുറിച്ച് കൺസേൺ ആവണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ അത്രയും പ്രിയപ്പെട്ടവർ, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, നമ്മൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ വളരെ അടുത്ത കൂട്ടുകാർ നമുക്ക് ഇച്ചിരി അധികം വണ്ണം വെച്ച് ഇങ്ങനെ വണ്ണം വെച്ച് പോകുന്നു, വണ്ണം കുറയുന്നില്ലല്ലോ എന്ന് അവർ കൺസേൺ ആവുന്നത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ഒരാള്, അല്ലെങ്കിൽ നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവാണ്, നമ്മളെ ഫോട്ടോ കണ്ടറിയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യമായി നേരിട്ട് കാണുമ്പോൾ അയ്യോ നീ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒന്നും അല്ലേ, അതിന് 3 ഇരട്ടി ഉണ്ടല്ലോ വണ്ണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവുക എന്നൊക്കെ പറഞ്ഞ ഒരു പൊതു സദസ്സിൽ വെച്ച് മറ്റുള്ളവരെ മുന്നേ വെച്ചിട്ട് നമ്മളൊരു കല്യാണത്തിൽ നമ്മൾ അത്രയും സന്തോഷിച്ച് വരുന്നതായിരിക്കാം ചിലപ്പോൾ. പക്ഷെ ആ അവസരത്തിൽ വെച്ചിട്ടും പോലും നമ്മളിങ്ങനെ മേ ബി അവര് നിങ്ങളെ വിഷമിപ്പിക്കണം എന്ന് വെച്ച് പറഞ്ഞതായിരിക്കില്ല, അവർ നാച്ചുറൽ ആയിട്ട് പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വിഷമം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ എനിക്കൊരു അനുഭവം ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, പണ്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള ബുള്ളിങ്ങിനെ പറ്റിയിട്ടാണെങ്കിൽ ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ 2 വർഷം മുമ്പാണ് എൻ്റെ ഒരു എന്താ പറയുക വണ്ണം കുറയാനുള്ള ഒരു ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെ ഞാൻ വണ്ണം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ജാൻ ചേട്ടനും എങ്ങനെ വണ്ണം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ ഇപ്പൊ ഞാൻ വീണ്ടും വണ്ണം വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പൊ അറിയാലോ, നിങ്ങൾക്ക് അറിയാം, സർജറി ഞാൻ ചെയ്തിരിക്കുകയാണ്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഡയറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹീലിംഗ് ടൈമാണ്, ഭക്ഷണം അത്യാവശ്യം കഴിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വണ്ണം വെച്ചിരിക്കുന്നത്. അപ്പൊ ആ 2 വർഷം മുമ്പത്തെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ 68 കിലോ ആയിരുന്നു. വൃത്തികേടായി പോയി, അതുപോലെ തന്നെ പ്രായം തോന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോന്റെ താഴെ വന്ന് കമന്റ് ഇടാൻ തുടങ്ങി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. അപ്പോൾ വേറെ ആൾക്കാരുടെ ചാനലിൽ പോയിട്ട് വീണാസ്കറികളിൽ വീണ ഇപ്പൊ തള്ളച്ചീനെ പോലെ ഇരിക്കണേ ആയിക്കോട്ടെ, എനിക്ക് 44 വയസ്സായി, 44ന്റെ വയസ്സ് എന്തായാലും കാണിക്കാതിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചിലവരുണ്ടാവും 44 വയസ്സായാലും നമുക്ക് ചിലപ്പോൾ 30 വയസ്സ് പോലെ തോന്നിക്കുന്നവരുണ്ടാവും. അത് നല്ല കാര്യം. പക്ഷെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് ചിന്തിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് ഡയറ്റ് ചെയ്ത് മെലിഞ്ഞ് നമുക്ക് ഒന്നും നടക്കാൻ പറ്റാതിരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഏറ്റവും ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ മുൻപായിട്ട് ആദ്യം അറിയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഒരു മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് ആദ്യം അറിയുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ എവിടെ സ്കിന്നിന് ഒരു ഇഷ്യൂ വന്നാലോ നമ്മൾക്ക് വണ്ണം വെച്ചാലൊക്കെ ആദ്യം അറിയുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നല്ല അവയർനെസ് ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പല റീസൺ കൊണ്ടായിരിക്കാം നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് വരുന്നത്. അപ്പൊ അതിന് നിങ്ങൾ കളിയാക്കിയിട്ടോ ഇതേപോലെ പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ അത് കേൾക്കുന്നവരെ വേറെ മറ്റു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അപ്പൊ അന്ന് ഞാൻ ഇതേപോലെ ഡയറ്റ് ചെയ്തു, വണ്ണം കുറച്ചപ്പോ എന്താ അയ്യോ കോലം കെട്ടു പോയല്ലോ, ഷുഗർ ഉണ്ടോ, ഈ ചേച്ചിക്ക് എന്ത് പറ്റിയത്, വണ്ണമുള്ളതായിരുന്നു നല്ലത്. അപ്പോൾ എന്ത് ചെയ്താലും വണ്ണം വെച്ചാൽ അത് കുഴപ്പം, വണ്ണം കുറഞ്ഞാൽ അത് കുഴപ്പം. ഇപ്പൊ വണ്ണം കൂടിയിട്ടുണ്ട് ഇനിയും പറയും ആൾക്കാർ അയ്യോ മോശമായി പോയി വണ്ണം വെച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയാൻ വേണ്ടി ഒരു കൂട്ടക്കാരുണ്ടാവും. അത് നമ്മൾ ഇഗ്നോർ ചെയ്യാനേ വഴിയുള്ളൂ. ആദ്യമൊക്കെ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് വിഷമിക്കായിരുന്നു, എന്തിങ്ങനെ. അപ്പൊ ചേട്ടന്റെ സ്റ്റാൻഡാണ്
പറയാതിരിക്കാൻ പറ്റില്ല. ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതനുസരിച്ച് നമ്മുടെ മനസ്സ് എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാന്നല്ലാതെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെ മാറ്റാൻ നിൽക്കരുത്. നിങ്ങൾക്കറിയാലോ വണ്ണം കുറയ്ക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും, അപ്പോൾ വണ്ണം കുറയ്ക്കുക. അല്ലെങ്കിൽ വണ്ണം കൂട്ടണമെന്ന് തോന്നുക, നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇതേപോലെ മെസ്സേജ് അയക്കാറുണ്ട്, പുറത്തുള്ള പിള്ളേർ പ്രത്യേകിച്ചും. നാട്ടിലേക്ക് വരാൻ തോന്നില്ല ചേച്ചി, നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ആൾക്കാർ ഇങ്ങനെ ബോഡി ഷെയ്മിങ് ആണ്, വണ്ണം കൂടി വണ്ണം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഒരു പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഇപ്പം നമ്മളൊക്കെ കേട്ട് 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 താഴമ്പിച്ചു. അതേസമയം നമ്മളിപ്പോൾ ദുബായിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് താമസിക്കുന്ന പിള്ളേർ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സിനെ ഞാനിപ്പോൾ ഒഴിവാക്കണം. കാരണം അവര് ചിലപ്പോൾ മേ ബി അത്രയും സ്നേഹം കൊണ്ട് കൺസേൺ കൊണ്ട് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അമ്മമാര് തന്നെ നമ്മൾ ഒരു മാസം കാണാണ്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോഴേക്കും അയ്യോ നീ മെലിഞ്ഞു പോയല്ലോ എന്ന് പറയുന്നത് വേറെ. അത് അവരുടെ അത്രയും പ്യുവർ ആയിട്ടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്നതാണ്. നമ്മളിപ്പോൾ മെലിഞ്ഞിട്ടില്ലെങ്കിലും അവർ പറയും മെലിഞ്ഞു എന്ന് പറയും. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുമ്മാ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതിനെ പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത്, അതായത് മെലിഞ്ഞിരിക്കുന്ന സമയത്ത്, ആ ഒരു 8 കിലോ കുറഞ്ഞതിന് ശേഷം കഴിഞ്ഞ വെക്കേഷൻ നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഒരു ഷോപ്പിൽ പോയി, ഷോപ്പൊന്നും ഞാൻ പറയുന്നില്ല, ഷോപ്പിൽ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ലേഡി വന്ന് പരിചയപ്പെട്ടു. വീണ്ടും ചേച്ചി എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ പലരും നമ്മളെ വന്ന് സംസാരിക്കും, ഷെയ്ക്കിന് തരും, ചിലപ്പോൾ കെട്ടിപ്പിടിക്കും, ഫോട്ടോ എടുക്കും. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ഞാൻ ഒരിക്കലും അതില്ല. പക്ഷെ ചില ആൾക്കാർ വന്ന് അയ്യോ കോലം കെട്ടലോ ഇങ്ങനെയാണോ, അത് എന്തിനാ ഇത്ര മെലിഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അയ്യോ എന്ന് തോന്നിപ്പോയില്ലേ. അതുപോലെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കാം, ശരി മേ ബി അവർ എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ ആ സമയത്ത് നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് വരും. അല്ലെങ്കിൽ ഒരു ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കൊന്നും ഇല്ലല്ലോ. എനിക്കങ്ങനെ അത്ഭുതം തോന്നിയത് എങ്ങനെ ഇവർക്കും ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഒരു 3-4 ഇൻസിഡൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ഞാനോട് പറഞ്ഞു വണ്ണം കുറഞ്ഞാലും കുഴപ്പം വണ്ണം കൂടിയാലും കുഴപ്പം, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അതുപോലെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ വേറൊരു കാര്യം വെച്ചാൽ ബോഡി ഷേമിന്റെ കൂട്ടത്തിലാണ് പറയാൻ കണക്ട് ചെയ്ത് പറയുന്നത് വെച്ചാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് സെറ്റിൽ ആയതിനു ശേഷം മക്കൾ മതി എന്ന് വിചാരിക്കുന്ന ഭാര്യയും ഭർത്താവും ഉണ്ടായിരിക്കാം. പല കാരണങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ജോലിയുടെ കാര്യം, ചിലപ്പോൾ ജോലിയിൽ കയറിയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് സമയം വേണം. അപ്പൊ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അവർക്ക് മക്കളുണ്ടാവണ്ടോ തീരുമാനിക്കണം അവരല്ലേ. നമ്മൾ എന്തിനാലും പോയി ഇടപെടാൻ നിൽക്കുന്നത്? മേ ബി ചിലപ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടാവും, അവർക്ക് കുട്ടികൾ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് തന്നെ അവി ഉണ്ടായിട്ട് പിന്നെ ഒരു 6 വർഷത്തെ ഗ്യാപ്പിലാണ് നന്ദു ഉണ്ടായത്. അപ്പോഴേക്കിനും കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ എന്താ കുഞ്ഞുങ്ങളുണ്ടാവാത്തത് ചുമ്മാ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓക്കെ എനിക്കിപ്പോൾ അത്ര വിഷമം തോന്നില്ല, കാരണം എനിക്ക് ഓൾറെഡി ഒരു കുഞ്ഞുള്ള കാരണം എനിക്ക് അത്ര അങ്ങോട്ട് ഹേർട്ട് ആവില്ല. പക്ഷെ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അത് എത്രമാത്രം ഹേർട്ട് ആവുമെന്ന് അറിയാമോ? അപ്പോൾ അവർക്ക് ആൾക്കാർ ഫേസ് ചെയ്യാൻ പറ്റില്ല. ആ ചോദ്യങ്ങൾ ഭയന്നിട്ട് ഫോൺ വിളിക്കാതിരിക്കുക, ആ ആൾക്കാരായിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് കണക്ഷൻ ക്ലോസ് ചെയ്യുന്ന പോലത്തെ ഒരു അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ഇത്ര കൺസേൺ ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ ടൈം ഉദ്ദേശിക്കുന്നത് കുറെ ഒരു കൂട്ടം ആൾക്കാർ. ഇപ്പോൾ എത്ര പറയാ, ഒരു 100%-ൽ ഒരു 25% കൂട്ടിക്കോ, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ആ 25% ആൾക്കാർ അവരവരുടെ കാര്യം നോക്കി ഇരുന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ അത്രയും നമുക്ക് ക്ലോസ് ആയ ആൾക്കാരോട് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട്. പക്ഷെ അതും എന്താ പറയാ, ഇന്ന ഡോക്ടർ ഉണ്ട് അവിടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യും. ഒരു 100 ഡോക്ടേഴ്സിന്റെ പേര് പറയാം. അപ്പൊ അവർ ആരടുത്തൊക്കെ പോകും? അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ആ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം. അത് കൂടാണ്ട് നമ്മുടെ വീട്ടുകാരുടെ വീട്ടിൽ ഇപ്പോൾ ഇൻലോസ് ആണെങ്കിൽ അല്ലെങ്കിൽ പാരന്റ്സ് ആണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും കുറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ബുദ്ധിമുട്ട് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഡോക്ടറെ കാണാൻ പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കാണ് കുഴപ്പം, അവനാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അവരെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല വീട്ടുകാരെ എനിക്കറിയാം. അപ്പം ആ ഭാര്യനെയും ഭർത്താവിനും നിങ്ങൾ വെറുതെ വിടുക. അവർക്ക് കുട്ടികൾ ഉണ്ടാവണമെന്ന് തോന്നുന്ന സമയത്ത് അവരുടെ കുട്ടികൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നിറമില്ലാത്തവൾ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് കളിയാക്കുന്നവരുണ്ട്. നിറന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. വെളുപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഏൽക്കുന്ന ആഘാതം അല്ലെങ്കിൽ ആ വിഷമം എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അപ്പോൾ കറുത്തിട്ടാണ്, നീരുണ്ടിട്ടാണ്, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതെന്താ കറുപ്പിന് ദൃശ്യമാണോ, കറുപ്പ് ബുദ്ധിമുട്ടാണോ എന്നൊരു ചിന്ത ഉള്ളിൽ കയറുക. ആ കുട്ടിക്ക് അതുവരെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കില്ല. സാധാരണ പോലെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് പേര് വന്നിട്ട് പറയാം ഇരുണ്ടിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പലരും സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ പറയാൻ എൻ്റെ അമ്മയാണ്, എന്നാൽ പോലും ഞാൻ പറയാം എൻ്റെ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ അമ്മ വളരെ നല്ലൊരു അമ്മയാണ്. ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അമ്മയുടെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് കുറെ കോംപ്ലക്സസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അമ്മ പറയും അമ്മയ്ക്ക് അങ്ങനെ കളർ കുറവൊന്നുമില്ല. എനിക്കറിയില്ല അമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ അന്ന് പറഞ്ഞിരുന്നത്, ഇപ്പോഴും എനിക്കറിയില്ല.
അന്ന് പറയും, ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് പറയും, മോളെ അമ്മയ്ക്ക് കളറില്ല, മോൾക്ക് കളറില്ല, നമ്മളെ കാണാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുള്ളിലൊരു അവിടെ ഒരു ഫോം ചെയ്യും, ആണോ എന്നെ കാണാൻ ഭംഗിയില്ലേ, അല്ലെങ്കിൽ എന്നെ കാണാൻ കളറില്ലേ എന്ന് പറയുമ്പോൾ അത് എനിക്കറിയില്ല, അന്ന് നമുക്കറിയില്ലല്ലോ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇതിന്റെ വ്യത്യാസങ്ങളോ കളറിന് ഇത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അന്ന കാലത്ത് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഞാൻ എന്താ, വെളുത്താൽ മാത്രമാണ് വലിയ സംഭവം എന്നുള്ള ചിന്താഗതി അപ്പോൾ അത് ഓൾറെഡി ഫോം ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്റെ കോൺഫിഡൻസിനെ അത് ബാധിക്കാൻ തുടങ്ങി. മറ്റുള്ളവരൊക്കെ എനിക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. കണ്ണിൽ നോക്കി സംസാരിക്കുന്നു എന്ന് പറയും, അതാണ് നമുക്കൊരു കോൺഫിഡൻസിന്റെ മെയിൻ ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ ഒരാൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കണ്ണിൽ നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റണം. അതിക്ക് നോക്കി സംസാരിക്കാൻ പറ്റണ്ടായി. അപ്പൊ അതേപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഞാൻ പറഞ്ഞിരുന്നില്ല, PCOD വലിയ കുട്ടിയായതിനു ശേഷം PCOD വന്ന് ഹെയർ ഗ്രോത്ത് വരാൻ തുടങ്ങി. അപ്പൊ അതിന്റെ കളിയാക്കലുകൾ അപ്പൊ എല്ലാം കൂടി വന്നപ്പോൾ നമ്മളൊരു ഷെല്ലിലോട്ട് ഒതുങ്ങിക്കൂടാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് ലൈഫിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ആൾക്കാർ ഫേസ് ചെയ്യാൻ പേടി, ആൾക്കാരോട് മിണ്ടാൻ പേടി, ഒരു ഫംഗ്ഷന് പോകാൻ ഇഷ്ടമില്ല, നമ്മൾ ഒതുങ്ങിക്കൂടാന്ന് പറയില്ലേ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആൾക്കാർ വെറുതെ വിട്ടാൽ മതി. അപ്പോൾ എന്താ പറയാ, ഞാൻ പറഞ്ഞ ഹെയർ ഗ്രോത്ത് വന്നപ്പോൾ എല്ലാവരും അയ്യോ പെൺകുട്ടിക്ക് ഇങ്ങനെ ഹെയർ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ കല്യാണത്തിന് ബാധിക്കുമോ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ അടക്കം പറച്ചിലുകളാണ് നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ എവിടെ പോകണമെങ്കിലും പിന്നെ ആമ്പിള്ളേര് കളിയാക്കല്, അപ്പൊ അതൊക്കെ നമ്മളെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കൊറോണയ്ക്ക് ശേഷം കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, ചേച്ചി മാസ്ക് ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെയർ ഗ്രോത്ത് ആണെങ്കിലും ഇവിടെ ചിന്നിന്റെ അവിടെയുള്ള ഹെയർ ഗ്രോത്ത് ഒന്നും നമ്മൾ കാണില്ലല്ലോ, മറ്റുള്ളവർ കാണില്ല. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്കറിയാം അതിന്റെ വിഷമം. കാരണം ഞാൻ ആ ഫേസിൽ കൂടെ കടന്നു വന്നിട്ടുള്ള കാരണം അവരുടെ മനസ്സിലെ വിഷമം എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിഷമം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ചിട്ട് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഹെയർ ഗ്രോത്ത് എന്ന് പറയുന്നത് PCOD ഉള്ളവർക്കും PCOD ഇല്ലാത്തവർക്കും ഈ ഹെയർ ഗ്രോത്ത് വരാം. പക്ഷെ PCOD ഉള്ളവർക്ക് അതിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താലും പോകാനുള്ള, നമ്മൾക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലേസർ ട്രീറ്റ്മെന്റ് ആണെങ്കിലും നോർമലായിട്ട് അസുഖങ്ങളില്ലാത്തവർക്ക് ഒരു 6 സിറ്റിങ്ങിൽ പോകുന്ന ഹെയർ നമ്മുടെ ചിന്നിലും ഉള്ള ഹെയർ നമുക്കൊരു 12-18 സിറ്റിംഗ് ഒക്കെ വേണ്ടി വരും PCOD ഉള്ളവർക്ക് പോകാൻ. മാത്രമല്ല PCODയുടെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയും വേണം, അന്ന് മാത്രമേ ഇത് പോവുള്ളൂ. അപ്പോൾ ആ ഒരു നമ്മൾ ഹെയർ റിമൂവ് മൊത്തം പോകുന്ന വരെ എനിക്കൊരാളെ ഫേസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഫേസ് ചെയ്യാൻ ഇൻ ദ സെൻസ് ഞാൻ സംസാരിക്കെങ്കിൽ അവിടെ നോക്കി ഇവിടെ നോക്കി അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കണ്ണിൽ നോക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പുതിയ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. അപ്പോൾ ഓരോ മനുഷ്യർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എന്തിനാണ് മറ്റുള്ള ഒരാളെ വിഷമിപ്പിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ വണ്ണമുള്ളവരെ കളിയാക്കാതിരിക്കുക, ഈ ഹെയർ ഗ്രോത്ത് ഉള്ളവരെ കളിയാക്കാതിരിക്കുക, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തവരെ കളിയാക്കാതിരിക്കുക, അതുപോലെ തന്നെ ഉയരം കുറഞ്ഞവരെ കളിയാക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും സംഭവിക്കാലോ. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മൾ ഈ എല്ലാം തികഞ്ഞവർ എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ, അവർക്ക് നാളെ എന്ത് സംഭവിക്കാലോ. ഈ ഹെയർ ഇപ്പോൾ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് 45 വയസ്സ് 50 വയസ്സ് കഴിഞ്ഞ് ഹെയർ ഗ്രോത്ത് വരാം. നമ്മളുടെ ഈ മെനോപോസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവര് നമ്മൾ ചെറുപ്പത്തിലേക്ക് കളിയാക്കിയിട്ട് അവസാനം വയസ്സായപ്പോൾ അവർക്ക് നല്ലോണം ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പൊ അവരെന്ത് നമ്മൾ കളിയാക്കാൻ പോകുന്നുണ്ട്? ഇല്ല. നമുക്ക് എന്തിനാ ഒരു കളിയാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി കാണിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതേപോലെ തന്നെ മരുമക്കളെ, ചില ഇൻലോസ് അമ്മായിമ്മമാര് മരുമക്കൾ ഇതേപോലെ തന്നെ കാളിയാക്കി എല്ലാവരും മുന്നിൽ വെച്ച് കണ്ടിട്ട് കളിയാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പ്രത്യേകിച്ചും 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റായിട്ട് വരും, ഗസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇപ്പൊ ഈ മരുമോളോട് വലിയ കാര്യത്തിന് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവച്ചിട്ട് അവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് കഴിച്ചിട്ട് ഈ ഉപ്പില്ല, എന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഒരു ടേസ്റ്റ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും മുന്നിൽ വെച്ച് അപമാനിക്കുന്ന പരിപാടി. ഈവൻ ഭർത്താക്കന്മാർക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഓണത്തിനും വിഷുവിനൊക്കെ വിളിച്ചിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഈ ഭാര്യനെ അങ്ങ് കളിയാക്കുക, അവരെ മുന്നിൽ വെച്ചിട്ട് അങ്ങോട്ട് അപമാനിക്കുന്ന പരിപാടി. അപ്പോൾ അവരെ വിഷു ഓണവും കൊളാവാണ്. തലേദിവസം മുതൽ ഉച്ചവരെയുള്ള സദ്യ ഉണ്ടാക്കുന്ന അതിന്റെ തിക്കും തിരക്കിൽ അത്രയും കഷ്ടപ്പെട്ട് സദ്യ ഉണ്ടാക്കിയിട്ട് അവർ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റൊരാളെ വിളിക്കുന്നത് അല്ലേ. നമ്മളൊരു നേരത്തെ ഒരു ആഹാരം കൊടുക്കാൻ വേണ്ടി ഒരാൾ വിളിക്കുമ്പോൾ അവരെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ ഭർത്താവ് നമ്മൾ കളിയാക്കാൻ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത നൊമ്പരാണ്. അത് അനുഭവിച്ചവർക്ക് അത് ശരിക്കും മനസ്സിലാവും. അപ്പൊ മറ്റുള്ളവരെ കളിയാക്കുന്നതുകൊണ്ട് എന്താണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നേരിട്ട് അവരെടുത്ത് പേഴ്സണലായിട്ട് വിളിച്ചുകൊണ്ടെങ്കിൽ സംസാരിച്ചോ. കളിയാക്കാനല്ലാതെ നിങ്ങളോട് കാര്യം പറയതേ ഇന്നതാ ഒരു ഡോക്ടർ ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോ ഞാൻ എൻ്റെ അടുത്ത് ഹെയർ ഗ്രോത്തിനെ കുറിച്ച് കുറെ പേര് സംശയം ചോദിക്കാറ്, എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കറക്റ്റ് രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അല്ലാണ്ട് കളിയാക്കിയിട്ടോ മറ്റുള്ളവരുടെ മനസ്സ് നോവിച്ചിട്ടോ എന്തിനാന്ന് എനിക്ക് അറിയുന്നില്ല.
അപ്പൊ അതേപോലെ തന്നെ ചില ഗ്രാൻഡ് പാരന്റ്സ് അവർ അറിവില്ലായ്മ കൊണ്ടാണോ ഏജ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പാരക്കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഒരു പാരക്കുട്ടി വെളുത്തിട്ടും മറ്റേ പാരക്കുട്ടി ഇരുണ്ടിട്ടാണെങ്കിൽ എല്ലാവരും മുന്നേ വെച്ചിട്ട് മറ്റോ അത് അപ്പൊ അവർക്ക് കേൾക്കുന്ന ആഘാതം. അപ്പൊ ജാൻചേട്ടൻ പറയണായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് അത് നേക്കില്ല. അതെനിക്കറിയില്ല കേട്ടോ. ഏത് ജനറേഷനിലെ കുട്ടികളാണെങ്കിലും എന്തിനാ നമ്മളങ്ങനെ പറയുന്നത്? നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കൊണ്ടാണോ നമ്മൾ അവരെ അളക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളെ പേരക്കുട്ടികളെ അളക്കേണ്ടത്? അതേപോലെ പഠിക്കില്ല, മറ്റാള് പഠിക്കും, മൂത്താള് പഠിക്കും, ചെറിയ ആള് പഠിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും കമ്പാരിസൺസ്. അത് അതും ഈ പറയുന്ന ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ലോണം എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ടീനേജേഴ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, ടീനേജേഴ്സിൽ ഇപ്പോൾ പെൺകുട്ടികളാണ്, ആൺകുട്ടികൾ 13 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് വേണമെന്ന് തോന്നാറുണ്ട് അല്ലേ. ഇപ്പൊ നമ്മള് എന്റെയൊക്കെ ചെറുപ്പത്തിൽ ശരിക്കും അത്ര എവിഡന്റ് ആയിട്ട് തോന്നിയിരുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 13 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ട് റൂം കിട്ടിയത്. എന്റെ റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നു. അപ്പൊ നമുക്കൊരു പേഴ്സണൽ സ്പേസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കിട്ടാത്ത ഒരുപാട് പേരുണ്ടായിരിക്കാം ഇപ്പോഴും. എല്ലാവരും കൂടെ ഇപ്പൊ ഞാൻ ഒറ്റമോളായതുകൊണ്ടായിരിക്കും എനിക്ക് റൂം തന്നിട്ടുണ്ട്. സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സിബ്ലിങ്സിന്റെ കൂടെ കിടക്കും, പാരന്റ്സിന്റെ കൂടെ കിടക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ നമ്മളൊരു ഒരു ചേഞ്ചാണ്. ആൺപിള്ളേർക്ക് വേറൊരു ചേഞ്ച്, പെൺപിള്ളേർക്ക് വേറൊരു ചേഞ്ച്. ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മൾ മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോർമോണൽ ചേഞ്ചസ് കാരണം ചിലപ്പോ ഈ പറഞ്ഞ പോലെ പല ഇൻഫാക്ച്വേഷൻസ് വരാം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു പ്രായമാണ്. നമ്മൾ പറയുന്നത് മാത്രം ശരി, പാരന്റ്സ് പറഞ്ഞൊന്നും മനസ്സിലാവില്ല, കേൾക്കില്ല. അതിപ്പോൾ ഒരാൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ മോളെ അത് വേണ്ടാന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിലെന്താ അതൊന്നല്ല, അതൊക്കെ തെറ്റ്, അമ്മ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പക്ഷെ നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും അമ്മ പറയുന്നതെന്ന് ശരിയെന്ന്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ആ സമയത്ത് ചില കുട്ടികൾ കടന്നു പോകുന്ന വെച്ചാല് വളരെ ഭയങ്കര സ്മാർട്ടായി അല്ലെങ്കിൽ ഭയങ്കര ടോക്കറ്റീവ് ആയുള്ളൊരു കുട്ടിയായിരിക്കാം. പക്ഷെ ചിലപ്പോൾ ആ സമയം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഒതുങ്ങിക്കൂടി അധികം സംസാരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ വരാം. അത് അവരുടെ ആ ഒരു കാലഘട്ടമാണ്. അതൊരു 19-20 വയസ്സ് കഴിഞ്ഞാൽ അവർ തിരിച്ചു നല്ലോണം സംസാരിക്കാൻ തുടങ്ങും. അവരൊന്ന് വെറുതെ വിടുക. അപ്പോഴേക്കിന് എൻ്റെ മോളുടെ എന്താ പറയുക, എൻ്റെ പേരക്കുട്ടി സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടി ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ. അപ്പൊ ഈ കുട്ടികൾക്ക് പിന്നെ ആ വീട്ടിലേക്ക്, ആ ഗ്രാൻഡ് പാരന്റ്സിന്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തികളുടെ വീട്ടിലേക്ക് പോകാൻ തോന്നില്ല. അവർക്കൊരു സ്പേസ് കൊടുത്തിട്ട്, ഇപ്പൊ എന്റെ മക്കളാണെങ്കിലും, ഇപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ അവിക്ക് മാത്രമായിരുന്നു ടീനേജർ ആയിരുന്നു ആ സമയത്ത്. ഇപ്പൊ നന്ദും ടീനേജർ ആയപ്പോ അവിയുടെ പോലെയല്ല നന്ദു ടീനേജർ ആയപ്പോൾ വ്യത്യാസം വന്നത്. അപ്പോൾ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീനേജർ കുട്ടീനെ ഹാൻഡിൽ ചെയ്തിട്ട് അന്ധകാലത്ത് പരിചയം ഉണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കും പുതുമയായിരുന്നു, അയ്യോ അവനെന്താ ഇങ്ങനെ പെരുമാറുന്നത്. അത് കാരണം അതുവരെ ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ച് നമ്മളെ കൂടെ കിടന്നിരുന്ന കുട്ടി കുറച്ച് കഴിയുമ്പോൾ മാറി കിടക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വെച്ചാൽ പറഞ്ഞ പോലെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഫ്രണ്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. പാരന്റ്സിനേക്കാളും അവരിപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫ്രണ്ട്സിനാണ്. അതെനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇപ്പൊ എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എന്റെ മോന ഫ്രണ്ട്സ് ആണ്, ഓക്കെ ഫൈൻ, അത് അവന്റെ ഏജ് ആണ്, ആയിക്കോട്ടെ. പക്ഷെ ആ സമയത്ത് തുടക്കകാലത്ത് എനിക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ജാൻചേട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ ഇങ്ങനെയാണ്, ആൺപിള്ളേര് ചേഞ്ചസും പെൺപിള്ളേര് ചേഞ്ചസും വ്യത്യാസമായിരിക്കും. അപ്പൊ പാരന്റിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ പഠിച്ചിട്ട് വരുന്നതല്ല. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ആ ഫേസിൽ ഓരോ മാതാപിതാക്കളും കടന്നു പോകുന്ന ഓരോ രീതിയിലായിരിക്കും. കാരണം അവരുടെ മക്കളും വ്യത്യസ്തരായിരിക്കും അല്ലെ. ഇപ്പൊ അവയുടെ പോലെയല്ല നന്ദുവിന്റെ പോലെയല്ല അപ്പുറത്തെ വീട്ടിലെ കുട്ടി. അപ്പോൾ അതുപോലെ വ്യത്യസ്തരായിരിക്കും. അപ്പോൾ ചിലവർ ഭയങ്കര സംസാരിക്കും, ചിലവരെന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഭയങ്കര അവർക്ക് പേഴ്സണൽ കാര്യങ്ങളായിരിക്കും. നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്, അത് ഞാനും എൻ്റെ ഫ്രണ്ട്സും മാത്രം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ അമ്മ അറിയണ്ട. അതുവരെ അമ്മയുടെ അടുത്ത് എല്ലാം പറഞ്ഞിരുന്ന കുട്ടികൾ ചിലപ്പോൾ അതൊന്നും അമ്മയുടെ അടുത്ത് പറയാതിരിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അവർക്ക് സ്പേസ് വിട്ടു കൊടുക്കുക. പക്ഷെ അത് വിചാരിച്ചിട്ട് അവരങ്ങനെ മൊത്തം എന്താ പറയാ പടത്തി വിടാനല്ല ഞാൻ പറയുന്നത്. നമ്മൾ കണ്ണെപ്പോഴും വേണം. പക്ഷെ മനസ്സിലാക്കുന്ന വെച്ചാൽ അതൊരു ഏജ്, ഒരു ടൈം പീരീഡ് ആണ്. അവർ നമ്മളെ അടുത്ത് തിരിച്ചു വരും. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് എപ്പോഴും ഫ്രീഡം കൊടുക്കുക. നമ്മൾ എല്ലാം ഓപ്പൺ ആയിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക. നമ്മൾ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ മക്കളെ മുന്നിൽ വെച്ച് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരു ബോണ്ട് ഫീൽ ചെയ്യും. അതായത് അവരറിയണ്ട എന്നുള്ള പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ പണ്ടൊക്കെ കുട്ടികൾ അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായത് അച്ഛനമ്മ മാത്രം തീരുമാനം എടുക്കുക, അവര് അറിയുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് അറിയും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. നമ്മുടെ വീട്ടിലെന്ന് വെച്ചാൽ എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് സംസാരിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് ആ ചെറുപ്പത്തിലെ മുതൽ നമ്മുടെ വീട്ടിനെ കുറിച്ചും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു അറിവുണ്ടാവും. ഓൾ ഓഫ് സഡൻ. ഇപ്പൊ ജാൻചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മളെ മനുഷ്യരാണ്, നമുക്ക് എന്താ എപ്പോഴും സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ മക്കൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ സ്വത്തിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ നമ്മുടെ ഇപ്പോൾ എൻ്റെ മോന് 19, മൂത്താൾക്ക് 19 വയസ്സും ചെറിയ ആൾക്ക് 13 വയസ്സായി. അപ്പോൾ അവരറിയേണ്ട പ്രായമായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കുട്ടികളുടെ അടുത്ത് ഷെയർ ചെയ്യുക. അവർക്ക് നമ്മളുണ്ട് എന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ഒരിക്കലും
തല തെറിച്ചൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചെറുപ്പത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഇപ്പൊ നമ്മളൊക്കെ തെറ്റ് ചെയ്തേ, ഞാനൊക്കെ തെറ്റ് ചെയ്തിട്ടുള്ള ഒരു അമ്മയാണ്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറുപ്പത്തിലെ നമ്മളുടെ ആ ഏജും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പ്രസവിച്ചത് 25ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ മോനുണ്ടാവുന്നത്. പിന്നത്തെ അപ്പോൾ ആ ഒരു ഏജ് അല്ല ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെച്യൂരിറ്റി വന്നു, കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ നമ്മുടെ ചോരത്തിളപ്പും പിന്നെ കല്യാണം കഴിച്ച് വന്നതിന്റെ ഒരു മീൻസ് പുതിയ സ്ഥലം, പുതിയ ആൾക്കാർ, ഫ്രണ്ട്സ് ഇല്ലാത്ത അവസ്ഥ, ജാൻചേട്ടനാണെങ്കിൽ ഓഫീസിൽ പോയി രാത്രിയാവും വരുമ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുമ്പോൾ അവനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അതായത് സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, KG1 പോണേക്കാളും മുമ്പ് ഇന്റർവ്യൂ ഉണ്ടല്ലോ. അപ്പൊ ഇന്റർവ്യൂല് 1 to 20 വരെ ചോദിക്കും, ABCD ഒക്കെ ചോദിക്കും, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കുട്ടീനെ പഠിപ്പിക്കാം. 1 2 3 പറയും മോനെ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ അവൻ 1 to 20 പറയും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ 11 പറയില്ല. അപ്പോൾ 11 പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പടാപ്പാട് വിട്ട് അവസാനം എനിക്ക് ദേഷ്യമൊക്കെ വന്ന് ഞാൻ ബാത്റൂമിൽ കുറച്ച് നേരം 10 മിനിറ്റ് അടച്ചിട്ടോ, അവൻ കരച്ചില്. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ എൻ്റെ ദൈവമേ എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ തോന്നും. അതുപോലെ ദേഷ്യം വരും. എന്തൊരു പൊട്ടമ്മയായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പൊ ആ ദേഷ്യം ജാൻചേട്ടനോടുള്ള ചില വഴക്കുകളിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അവരെടുത്ത് തീർക്കുക, അതൊക്കെ പൊട്ട സ്വഭാവമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ എൻ്റെ ദൈവമേ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതേ പറഞ്ഞ ഓരോ മനുഷ്യരും നമ്മൾ തെറ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷെ അത് അന്നറിയില്ല നമ്മൾക്ക് തെറ്റാന്ന്. പക്ഷെ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തിരുന്ന തെറ്റായിരുന്നു, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ പല കുട്ടികളും ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ടീച്ചർ ചേച്ചി ഞാൻ പറഞ്ഞില്ല പാരന്റിങ്ങിനെ പറ്റി പറയാൻ ഒട്ടും ഞാൻ അറിയില്ല. കാരണം ഇന്ന മെത്തേഡൊന്നുമില്ല പാരന്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ. അതായത് നമ്മുടെ വീട്ടിലെ അവസ്ഥ അനുസരിച്ച്, നമ്മുടെ മക്കളെ അനുസരിച്ച്, നമ്മളുടെ ഭർത്താവിന്റെയും നമ്മളുടെയും ക്യാരക്ടർ അനുസരിച്ചാണ് നമ്മൾ മക്കൾ ആവുക അല്ലെ. അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ശിക്ഷിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കുറ്റം പറയാതിരിക്കുക. ഇപ്പോൾ ഒരു സദസ്സ് എല്ലാ ഗസ്റ്റൊക്കെ വന്നിരിക്കണം, നമുക്ക് മനസ്സിലായി നമ്മുടെ മോൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മോള് തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? അത് വിടുക, അവരൊക്കെ പോട്ടെ, ഗസ്റ്റൊക്കെ പോയിട്ട് അതിനുശേഷം അവരോട് ചോദിക്കാം, മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ ഗസ്റ്റിന്റെ കുട്ടീനെ അടിക്കുക അല്ലെങ്കിൽ പിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മോനെ വേണ്ടാന്ന് ഒരു നോ പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എന്താ പറയാ ശകാരം, ദേഷ്യപ്പെടലുകളൊക്കെ അവർ പോയതിനു ശേഷം അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തിനാ മോനെ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവരെ മുന്നിൽ വെച്ച് ഷോ ഓഫ് കാണിച്ചിട്ട് ഈ കുട്ടീനെ അടിക്കുകയോ ചീത്ത പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ പിന്നെ അത് മരിക്കുള്ളൂ, അത് മാറില്ല ആ വേദന എന്ന് പറയുന്നത്. അത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് എപ്പോഴെങ്കിലും മക്കളുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ മക്കളെ കമ്പയർ ചെയ്യരുത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ മക്കളെ അടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യരുത്. അത് ആദ്യം തന്നെ നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമ്മുടെ ജേണി. അപ്പോൾ അവയാണെങ്കിലും നന്ദുവാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയാം എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്കും അവരുടേതായ കുറച്ച് സീക്രറ്റ്സ് ഉണ്ടാവും അല്ലേ. അത് നമ്മൾ അതിൽ ഇടപെടാതിരിക്കുക. അവർക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ അടുത്ത് പറയും. അതിനുള്ള ഫ്രീഡം നമ്മൾ കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴാണെങ്കിലും അമ്മ ഞാൻ ഉണ്ട് അല്ലെങ്കിൽ അച്ഛനുണ്ട് മക്കളെ എന്ന് പറയാനുള്ളൊരു ഇതുണ്ടല്ലോ, അത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ എവിടെയും പറന്നു പോവില്ല. അവർ നമ്മുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. പിന്നെ വേറെ എന്തായിരുന്നു ഞാൻ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അതിന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹം ഉണ്ടെന്നും ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പൊ അതുപോലെ തന്നെ ചില ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ഭയങ്കര വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വരും. നമ്മളതൊക്കെ കേട്ടിരിക്കും. ഞാനൊരു അത്യാവശ്യം കേൾക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരും കേൾക്കാനില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കേട്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞു അഡ്വൈസ് ചെയ്യാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേൾക്കാൻ ഒരാൾ, ഒരു ചെവി കൊടുക്കാൻ ഒരാൾ എന്നുള്ള രീതിയിലാണ് കേട്ടോ. കാരണം ഞാൻ അഡ്വൈസ് ചെയ്തിട്ട് ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല നിങ്ങൾ ഉപദേശിക്കാനൊന്നും. പക്ഷെ അതിനുള്ള ഇതുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ അടുത്ത് വന്ന് അവരുടെ വിഷമങ്ങളൊക്കെ പങ്കിടും. അപ്പോൾ നമുക്കും അയ്യോ അവരുടെ വിഷമം കേൾക്കുമ്പോൾ നമ്മുടെ വിഷമമായിട്ട് തോന്നിപ്പോവും അല്ലെ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ച് അതിൽ ശരിയാക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുട്ടികളില്ലാതിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇൻലോസ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്യാനും അവരൊന്ന് കൺസോൾ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. പക്ഷേ എന്താ തമാശ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ വീട് പോലും മറന്നിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ എനിക്കറിയാം. അതായത് ഒരു ഫ്രണ്ടിനെ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വീട് തന്നെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവർ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ അവർക്ക് നല്ലൊരു കല്യാണം നടന്നു, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടി, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്രണ്ടിനെ കാണാൻ പോലും കിട്ടൂല. പിന്നെ നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അയ്യോ ഭയങ്കര ബിസിയാണ് കേട്ടോ, സോറി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നമുക്കറിയാം ടിക്ക് കണ്ടിട്ടുണ്ട്, പക്ഷെ തിരിച്ചു വിളിക്കില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അവരെ കാര്യം കഴിഞ്ഞു, നമ്മളെ കൊണ്ട് ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ വേണ്ട, നമ്മളെന്താ വിചാരിക്കുന്നത്, നമുക്ക് എപ്പോഴും ഉള്ള ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരുടെ വിഷമം നമ്മളെ വിഷമമായിട്ട് കണ്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിച്ചത്. പക്ഷെ അവരെന്ത് ചെയ്ത് പൊളിയും തട്ടി അങ്ങ് പോകും.
നമ്മുടെ അടുത്ത് വന്നിട്ട് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, ഞാൻ പൈസേനല്ല ഉദ്ദേശിച്ചേട്ടാ, ബാക്കിയുള്ള കാര്യങ്ങളെ ഉദ്ദേശിച്ചത്. അപ്പൊ അവർക്ക് എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ വേണ്ട, പിന്നെ നമ്മൾ വിളിച്ചൊരു അധികം പറ്റു പോലെ ഫീൽ ചെയ്യും. അതെന്തിനാ സോറി കേട്ടോ ഭയങ്കര ബിസിയാണ്, പിന്നെ വിളിക്കാമേ എന്നൊക്കെ പറഞ്ഞങ്ങ് കട്ട് ചെയ്യും. അപ്പൊ അതങ്ങ് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇത്ര ബിസി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവരുടെ ആവശ്യം വന്നപ്പോൾ. അല്ല ഞാൻ ഇതൊക്കെ ഞാൻ ഈ ഫേസിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്. അപ്പൊ ജാൻചേട്ടൻ എന്നും പറയും അവൾ എന്നും കുഴിയിൽ ചാടും, പിന്നെയും കരച്ചിൽ ഇത് തിരിച്ചു വരും, പിന്നെ അടുത്ത കുഴിയിൽ ചാടും. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ആൾക്കാരെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. നമ്മളെന്താ വിചാരിക്കുന്നത്, നമ്മളെ പോലെ തന്നെയാണല്ലോ എന്നുള്ള ചിന്തയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, ഒരു കൂട്ടക്കാർ നമ്മളെ മൊത്തം നമ്മൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോർ ചെയ്യും. ചിലവര് ഈ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് വന്ന് നമ്മളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ നമ്മളെ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ചിലവര് ഇത്രയും കാലം നമ്മൾ അറിയും കൂടി ഉണ്ടാവില്ല, പക്ഷെ നമ്മളൊരു പൊസിഷനിൽ എത്തി, കുറച്ച് വലിയൊരാളായി, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലായി എന്ന് പറയും, ഫ്രണ്ട് ആവാൻ വേണ്ടി ആഗ്രഹിച്ച് തിരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രം നമ്മൾ വിശ്വസിച്ചാൽ മതി. കാരണം അത് മാത്രം നിലനിൽക്കുള്ളൂ. അത് പക്ഷെ അത് കണ്ടുപിടിക്കാൻ എനിക്കറിയില്ല ഇപ്പോഴും. അതിനൊരു യന്ത്രം വേണ്ടി വരും. എന്താ മറ്റേതിൽ പറഞ്ഞ പോലെ മനസ്സറിയും യന്ത്രം എന്ന് പറഞ്ഞുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല, സീരീസ് ഉണ്ടായിരുന്നില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ. അപ്പൊ അതിലത്തെ പോലെ തന്നെ അങ്ങനെ ഒരു യന്ത്രം കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്ന എനിക്ക് തോന്നുന്നത്. ജാൻചേട്ടനെ പോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി ലോകം കണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കുറെ ആൾക്കാരെ അവിടെ മിങ്കിൾ ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമായിരിക്കും മനുഷ്യനെ മനസ്സിലാക്കാൻ. എനിക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അബദ്ധം പറ്റിക്കൊണ്ടേയിരിക്കുന്നതും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ മറ്റുള്ളവരെ മനസ്സ് നമ്മൾ അറിഞ്ഞിട്ട് വിഷമിപ്പിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഞാൻ ഒട്ടും പെർഫെക്റ്റ്, ഞാൻ ഒരുപാട് പേരെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഇപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞു ഞാൻ ചെയ്തത് തെറ്റാന്ന് അറിഞ്ഞപ്പോൾ അത് വേറൊരാൾ മുഖാന്തരം എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഞാൻ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ്, ഇവരോട് ഞാൻ പറഞ്ഞ വാക്കുകൾ തെറ്റാന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ച് സോറി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തെറ്റാന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, സോറി പറയുക. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എല്ലാവർക്കും തെറ്റുപറ്റും, ആരും പെർഫെക്റ്റ് അല്ല, ഞാൻ ഒട്ടും പെർഫെക്റ്റ് അല്ല. അപ്പോൾ എല്ലാവർക്കും ചെറിയ ചെറിയ കുശുമ്പും അസൂയയും അല്ലെങ്കിൽ ഒക്കെ ഉള്ളത് അതാണ് മനുഷ്യർ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനും ദൈവവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, പക്ഷെ നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരെ ചൊറിയാതിരിക്കുക. നമ്മൾ പറയാറില്ലേ, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. അപ്പൊ എല്ലാവരും നമ്മൾ ഈ ബോഡി ഷേമിംഗ് ഒക്കെ നിർത്തിവെച്ച്, മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തിവെച്ച്, കുറ്റം പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കുറ്റം പറഞ്ഞോ, നിങ്ങൾ തമ്മിൽ പേഴ്സണലായിട്ട് വേറെ ആൾക്കാർ തമ്മിൽ കുറ്റം പറഞ്ഞു, പക്ഷെ ഇയാൾ കേൾക്കലേ, ഇയാളെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ കുറ്റം പറച്ചിലുകളോ ഒക്കെ ഒന്ന് നിർത്തുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താ പറയാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, അതിപ്പോ പറയാൻ പറ്റുന്ന സന്ദർഭമല്ല. പറയണമെന്നുണ്ടെങ്കിൽ കുറെ എക്സാമ്പിൾസ് വെച്ചിട്ടും പല കാര്യങ്ങളൊക്കെ വെച്ച് പറയണതായിട്ട് വരും. അത് പക്ഷെ ഇപ്പൊ പറ്റൂല. അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ കമന്റ്സ് ഇടാൻ മറക്കരുത്. അപ്പൊ ഞാനിത് വേദനയുടെ കാര്യം വെച്ചാൽ എനിക്കിപ്പോഴും ഈ കഴുത്തിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര പെയിനാ, തൊടാനൊന്നും പറ്റുന്നില്ല. ആറിന്റെ അവിടെ പെയിൻ ഉണ്ട്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് തിരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയുള്ള വേദനയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കട്ട് ചെയ്ത പോലെ തോന്നുന്നത്. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോ. അപ്പോൾ ദയവേത് ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അപ്പോൾ മാക്സിമം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറയുന്ന ആരെങ്കിലും ആയിട്ട് ക്യാരക്ടറായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ, പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക ആർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.